ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ പ്രകാശാണെങ്കിൽ ആ വാർത്ത കേൾക്കാട്ട് ആകെ ആകാംക്ഷയായിട്ട് നിൽക്കുക കേട്ടോ. ഈശ്വര, എന്തായോ എന്തോ, നാളെയാണ് 9-ാം തീയതി. അപ്പം ഇന്നാണെങ്കിലും ആ ലക്ഷ്മി ഇല്ലാതായാൽ മാത്രമേ തൻ്റെ ജീവിതം രക്ഷപ്പെടുള്ളൂ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ രാജപ്പൻ്റെ അടുത്തേക്ക് പോകണം. രാജപ്പണ്ണ ഒരു വിവരവും കിട്ടിയല്ലോ എന്ന് പറയുമ്പോൾ, നിൽക്കടാ മുത്തു ഇവിടെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശനും രാജപ്പനും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് മുത്തു അങ്ങോട്ടേക്ക് വരുക കേട്ടോ. എന്തായെന്ന് രാജപ്പൻ ചോദിക്കുമ്പോൾ, ഫിനിഷ്, എല്ലാം തീർന്നു. ഇപ്പോ ഈ പ്രകാശിന്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി പരലോകത്താണെന്ന് പറയാണ്. നീ പറഞ്ഞ സത്യമാണോ? അതെ, ഒരു തെളിവ് പോലും അവശേഷിക്കാതെ അവർ മരിച്ചു. ഇനി നിങ്ങൾക്ക് ഒരു വിധത്തിലെ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല. അതുകൊണ്ട് എന്റെ ബാക്കി പൈസ തരാമെങ്കിൽ ഞാൻ പോയിക്കോളാം എന്ന് പറയാണ്. പ്രകാശിന് സന്തോഷമാവാണ്. അങ്ങനെ രാജപ്പന്റെ കയ്യിൽ നിന്ന് ബാക്കിയുള്ള ലക്ഷങ്ങളും കൂടി മേടിച്ചിട്ട് മുത്തുവിനെ കൊടുക്കുകയാണ്. മുത്തു പറയണ്ട, എന്നാ ശരി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി പോയിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. അതിനുശേഷം പ്രകാശം പറഞ്ഞ അങ്ങനെ സമാധാനായി. എൻ്റെ ആദ്യ ഭാര്യയായിട്ടുള്ള ലക്ഷ്മി മരിച്ചു. രണ്ടാമത്തെ ഭാര്യ ദീപ ബന്ധം വേർപ്പെടുത്തി. ഇനി എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോണത് മഹാലക്ഷ്മിയാണ്, മഹാലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുക കേട്ടോ. അതിനുശേഷം വീട്ടിലേക്ക് പോകുന്ന പ്രകാശൻ ഈ കാര്യം നമ്മുടെ വിക്രത്തിനോടും അതുപോലെ തന്നെ നമ്മുടെ അമ്മുമ്മയോടും പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അമ്മൂമ്മക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. സമാധാനമായടാ, നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതേ അമ്മ സമാധാനം എന്നൊക്കെ പ്രകാശൻ പറഞ്ഞു. സമാധാനത്തോടെ ഒന്ന് കിടന്നുറങ്ങണം എന്ന് പ്രകാശൻ പറയുന്നുണ്ട്. അങ്ങനെ രാത്രി പ്രകാശൻ ഒന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങുവാട്ടോ. അങ്ങനെ ഭയങ്കര സമാധാനത്തിൽ കിടന്നുറങ്ങുന്ന പ്രകാശൻ പെട്ടെന്ന് നോക്കുമ്പോഴേക്കും എന്തോ ഒരു ഒച്ച കേൾക്കുവാണ്. എന്താ ഒച്ച എന്നറിയാണ്ടോ ജനലടക്കാണ്ടായിരിക്കും കിടന്നത്. എന്നിട്ട് ജനലടക്കാൻ വേണ്ടി പോകുമ്പോൾ പ്രകാശൻ ഞെട്ടിച്ചുകൊണ്ട് ആ കാഴ്ച പ്രകാശൻ കാണുവാണ്. വേറൊന്നല്ല, ഒരു വെള്ള സാരിയൊക്കെ എടുത്ത് ഒരു സ്ത്രീ. അതാരാന്ന് പ്രകാശന് മനസ്സിലാവുന്നില്ല. കാരണം പ്രകാശന പ്രേതത്തിലൊന്നും വിശ്വാസമില്ലല്ലോ. അതാരാ? വല്ല കള്ളന്മാരായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആരാ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കോ പ്രകാശിന്റെ അടുത്തുനിന്ന് ആ സ്ത്രീ അപ്രത്യക്ഷമായി പോകുവാണ്. വല്ല കള്ളന്മാരായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് തോന്നിയതായിരിക്കും എന്നൊക്കെ പ്രകാശം വിചാരിക്കുകയാണ്. പിറ്റേ ദിവസം നമ്മുടെ അമ്മൂമ്മയും പ്രകാശനൊക്കെ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മൂമ്മയുടെ അടുത്തേക്ക് ആ പ്രേതം വരുവാണ്. വേറെ ആരുമല്ല, ലക്ഷ്മി. അങ്ങനെ അമ്മൂമ്മ വാതിൽ തുറന്നു നോക്കുമ്പോഴേക്കും ലക്ഷ്മിയുടെ പ്രേതമാട്ടോ. അത് കാർത്തികയുടെ വാതിലൊക്കെ തുറന്നു കൊടുക്കുന്നത്. ലക്ഷ്മിനെ കാണുന്ന അമ്മൂമ്മ ആകെ ബോധം കെട്ട് വീഴുവാണ്. എന്ത് പറ്റി അമ്മേ എന്നൊക്കെ ഇപ്പോൾ ചോദിച്ചാൽ ഓടി വരുന്നുണ്ട് പ്രകാശൻ. എന്നിട്ട് ഞാൻ കണ്ടു മരിച്ച ലക്ഷ്മിനെ കണ്ടൂടാ. ഈ അമ്മയുടെ ഒരു കാര്യം, മനുഷ്യനെ നാണം കെടുത്ത് അടക്കിടന്നുറങ്ങും അമ്മേ എന്നിങ്ങനെ പറയാണ് പ്രകാശൻ. ശേഷം പിറ്റേ ദിവസം നമ്മുടെ കാർത്തിക ലക്ഷ്മിക്ക് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. ലക്ഷ്മി നേരെ പോകുന്നത് പ്രകാശിന്റെ അടുത്തേക്കാണ്. പ്രകാശേട്ടാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ പ്രകാശം തിരിഞ്ഞുമ്പോൾ ഞെട്ടിപ്പോവാണ്. ദേ നിൽക്കുന്ന ലക്ഷ്മി മൂക്കിൽ 2 പന്നിയൊക്കെ വെച്ചിട്ട് പ്രേതത്തിന്റെ രൂപത്തിൽ. അത് കാണുന്ന പ്രകാശനം ഒന്ന് കിടുങ്ങി പോകുന്നുണ്ട് കേട്ടോ. അയ്യോ എന്ന് പറഞ്ഞിട്ട് പ്രകാശൻ അവിടെയൊക്കെ വീഴുവാണ്. ലക്ഷ്മിയും കാർത്തികയും വളരെ വല്ലാത്ത ചിരിച്ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷമൊക്കെ കാണിക്കുന്ന മനോഹറിനെയാണ്. മനോഹർ രാഹുലിനോട് പറയുന്നുണ്ട്, നിങ്ങൾ വീട്ടിലേക്ക് പോവാതിരിക്കണം നല്ലത്. നിങ്ങളുടെ ഭാര്യ ഏകദേശം സത്യങ്ങളൊക്കെ മനസ്സിലാക്കി. അവർ എന്നോടുള്ള ദേഷ്യമാണ് നിങ്ങളോട് തീർത്തത്. എന്തായാലും ഭാര്യനെ അടക്കി നിർത്തിയിട്ടുണ്ട്. സത്യങ്ങളൊക്കെ മോളോട് പറയാനാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ താര ആരാണെന്നും താരയും സരയും നമ്മുടെ ബന്ധം എന്താണെന്നൊക്കെ ഭാര്യയുടെ അടുത്ത് പറയുമെന്ന് പറഞ്ഞപ്പോൾ അവരാകെ പേടിച്ചു. ആ ദേഷ്യമാണ് നിങ്ങളുടെ അടുത്ത് അവർ തീർത്തത് എന്നൊക്കെ പറയുമ്പോൾ, ഇവിടെ മഹാപാപ, എന്തിനാണ് ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, നീ ഇവിടുന്ന് എങ്ങനെയെങ്കിലൊക്കെ പൈസ ഞാൻ പിന്നെ തരാമെന്നൊക്കെ രാഹുൽ പറയുമ്പോൾ, ഇല്ല, നിങ്ങൾ പൈസ തന്നാൽ മാത്രമേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ എന്ന് മനോഹറും പറയൂ കേട്ടോ. അതിനുശേഷമാണെങ്കിൽ ഷാരിയാണെങ്കിൽ പ്രാന്ത് പിടിച്ച അവസ്ഥയിലാകുവാട്ടോ. സരിയൊക്കെ ആണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ട്. ഒരേ ദിവസം കഴിയുന്തോറും ഷാരിക്ക് ശരിക്കും പ്രാന്ത് മൂത്ത് വരുവാണ്. ശരിക്കും ഷാരിക്ക് പ്രാന്തായി കേട്ടോ. അങ്ങനെ ഷാരിയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിനോടും മാപ്പ് പറയാൻ വേണ്ടിയിട്ട് സേനനെയും അതുപോലെ തന്നെ നമ്മുടെ കല്യാണിനെയും കിരണിനെയൊക്കെ കണ്ടിട്ട് മാപ്പ് പറയാൻ, തൻ്റെ ജീവിതം താൻ അവസാനിപ്പിക്കണം നല്ലത്. എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത്? തൻ്റെ മോള് തൻ്റെ അല്ല, ഭർത്താവാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഭർത്താവ്, പിന്നെ തനിക്ക് ഈ ലോകത്ത് ഇനി സ്വന്തമായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലാക്കുന്ന ഷാരി ആകെ പ്രാന്ത് പിടിക്കണം. അങ്ങനെ പ്രാന്തിന്റെ ഭയങ്കര അവസ്ഥയിൽ എത്തുന്ന മുമ്പ് ഷാരി ആയിരിക്കും, എന്നാൽ ഞാൻ തെറ്റ് ചെയ്ത ആൾക്കാർത്തൊക്കെ ഒന്ന് മാപ്പ് പറഞ്ഞേക്കാം എന്ന് വിചാരിച്ചിട്ട് നേരെ പോകുന്നത് കിരണിന്റെ കല്യാണിന്റെ അടുത്തേക്കാണ്. നിങ്ങളോട് ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ കല്യാണി പറഞ്ഞിരിക്കുന്നു കേട്ടാ, എന്തോ ഒരു അപകടം മണക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, അവര് സത്യം മനസ്സിലാക്കി ക്ഷമ ചോദിക്കാൻ വരുമായിരിക്കും എന്ന് കിരണും പറയുന്നുണ്ട്. അങ്ങനെ കിരണോടും കല്യാണത്തേക്ക് മാപ്പ് പറഞ്ഞിട്ട് ഷാരി അവിടെ നിന്ന് നേരെ ഇറങ്ങിപ്പോണത് രൂപയുടെ അടുത്തേക്കാട്ടോ. രൂപയുടെ കാലിൽ പിടിച്ച് മാപ്പ് ചോദിക്കുന്നുണ്ട്. എന്നോട് ക്ഷമിക്കണം രൂപേ, ഞാൻ തെറ്റ് ഒരുപാട് ചെയ്തിട്ടുണ്ട്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് രൂപയുടെ കാല് പിടിക്കുകയാണ്. പിന്നെ ചന്ദ്രസേനന്റെ അടുത്ത് പോകുന്നുണ്ട്. അവസാനം പോണ താഴെ അടുത്തേക്കാണ്. എനിക്കൊന്നും അറിയില്ലായിരുന്നു, ഞാൻ എൻ്റെ ഭർത്താവിനെ വിശ്വസിച്ചു. സരിയു നിന്റെ മകള് തന്നെയാണ്, ഇന്നല്ലെങ്കിൽ നാളെ സരിയു സത്യങ്ങളൊക്കെ മനസ്സിലാക്കി നിന്റെ അടുത്തേക്കൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞ് താരുടെ അടുത്തൊന്നും ഷാരി പോകുവാട്ടോ. അങ്ങനെ ഷാരി മനസ്സ് തകർന്ന് വീട്ടിലേക്ക് പോകുവാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്,
ഷാരിയുടെ ജീവിതം ഏകദേശം അവസാനിക്കാനായി കേട്ടോ. അങ്ങനെ ഷാരി എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു കടുങ്കൈ ചെയ്യുന്ന ഉറപ്പാണ്, അല്ലെങ്കിൽ ഷാരി ഇല്ലാതാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഷാരി ഇല്ലാതാകുമ്പോഴേക്കും നമ്മുടെ രൂപയും അതുപോലെ തന്നെ ചന്ദ്രസേനയൊക്കെ പറയുന്നുണ്ട് ഓരോ അപകടം വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സത്യങ്ങൾ അറിഞ്ഞാൽ സരയുക്കായിക്ക് അപകടം സംഭവിക്കുന്നത്. എന്തായാലും ഷാരി പോയി. സരയു എന്തൊക്കെ പറഞ്ഞാൽ ദുഷ്ടത്തെയാണ്, ശരിയാണ്, പക്ഷെ ഒരു കുഞ്ഞവക്ക് ഉണ്ട്, അതുകൊണ്ട് അവളെ നമുക്ക് എന്തായാലും പ്രൊട്ടക്ട് ചെയ്തേ പറ്റൂ. മനോഹറിനെ കുറിച്ച് സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾക്കും വലിയൊരു ദുരന്തമാണ് സംഭവിക്കാൻ പോണത്. അപ്പൊ അവളെ എങ്കിലും നമുക്ക് രക്ഷിച്ചേ പറ്റൂ. എത്ര ദുഷ്ടയാണെങ്കിലും മനസ്സിൽ എപ്പോഴെങ്കിലൊക്കെ ഒരു നന്മ കടന്നു വരുമല്ലോ. ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ അവൾ നന്നായാലോ, ചിലപ്പോൾ അവൾക്ക് നന്നാവാനുള്ള അവസരമായിരിക്കും ഇത് എന്നൊക്കെ രൂപ പറയണുണ്ട്. എന്തായാലും സരയും സത്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കാനായിട്ടുണ്ട് കേട്ടോ. പിന്നീട് നമുക്ക് സംഭവിക്കാൻ പോണത് ഇനി വീക്കെൻഡിലെ പ്രൊമോ ആണ് കേട്ടോ. വീക്കെൻഡ് പ്രൊമോ കാണിക്കാൻ പോണത് നമ്മുടെ സരയുവിന്റെയും അതുപോലെ തന്നെ മനോഹറിന്റെ കുഞ്ഞിന്റെ 28 കെട്ടാണ്. ആ ദിവസമാണ് നമ്മുടെ കല്ലിമോന്റെ പിറന്നാളും. ആ പിറന്നാളും അതുപോലെ നൂലുകെട്ടൊക്കെ വാശിക്കാട്ടോ നടത്തണത്. അതായത് ഇവിടെ എത്ര അതായത് കല്ലിമോന്റെ പിറന്നാൾ എങ്ങനെയാണോ ആഘോഷിക്കുന്നത് അതിന്റെ ഇരട്ടിയായിട്ട് ആഘോഷിക്കാൻ നോക്കുവാണ് നമ്മുടെ സരയു. അപ്പോഴും സരയുക്ക് ഒരു ബോധമില്ലാണ്ടാട്ടോ അവരൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനോഹറിന്റെ ഒരു കുഞ്ഞായി, എന്നിട്ട് മനോഹറിന്റെ അമ്മയും അച്ഛനെന്ന് പറഞ്ഞ ആൾക്കാരെ കാണുന്നില്ല. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ സരയുവിന് എന്താണ് പറയണത്, സംശയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരുവാട്ടോ. കാരണം താൻ പ്രസവിച്ചു, കുഞ്ഞുണ്ടായി, കുഞ്ഞ് 28 എന്നിട്ടും എന്താണ് ഗർഭിണിയായിട്ട് പോലും മനോഹറിന്റെ വീട്ടുകാരൊന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ അന്വേഷിക്കുകയോ ഒന്ന് വരികയോ ചെയ്തിട്ടില്ല. സരയുവിനും ചെറിയ സംശയങ്ങളൊക്കെ വീണു തുടങ്ങുവാണ്. സരയുവിന്റെ സംശയം വീണ് കഴിഞ്ഞാൽ ഷാരിനേക്കാളും പെട്ടെന്ന് സത്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പോണത് സരയു ആയിരിക്കും. എന്തായാലും സരയു സത്യങ്ങളൊക്കെ ഈ ഒരു 2-3 മാസത്തോടെ തന്നെ മനസ്സിലാക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും പ്രകാശിന്റെ തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കാൻ പോവാണ്. പിന്നീട് പ്രകാശൻ കോടതിയിലേക്ക് എത്തുവാണ്. സമാധാനം, എന്തായാലും ലക്ഷ്മി എന്ന് പറഞ്ഞ മരണം പോയി കിട്ടിയല്ലോ. ഇനി ദീപ അവളെ കുഴപ്പമൊന്നുമില്ല, ഡൈവേഴ്സൊക്കെ ആയ ആളുടെ മൊഴി എന്ത് കോടതി കേൾക്കാനാ. അങ്ങനെ സമാധാനത്തോട് കോടതിയിലേക്ക് പോവുകയാണ് പ്രകാശൻ. അങ്ങനെ പ്രകാശൻ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് കോടതിയിൽ ആ ഒരു പ്രധാനപ്പെട്ട ഒരാളെ വിസ്തരിക്കാണ്ടെന്നാണ്ട് നമ്മുടെ വക്കീല് ലക്ഷ്മിനെ വിളിക്കുമ്പോഴേക്കും ലക്ഷ്മിയൊക്കെ മരിച്ച് മണ്ണടിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശിനും അമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷമാണ് പ്രകാശൻ ഞെട്ടിച്ചുകൊണ്ട് ലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെയാണ് പ്രകാശ് സത്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. കാർത്തികയുടെ അമ്മ ലക്ഷ്മിയും അതുപോലെ തന്നെ താൻ കല്യാണം കഴിക്കാൻ പോണ ലക്ഷ്മിയും അതുപോലെ തന്നെ തൻ്റെ ആദ്യ ഭാര്യ ഒന്നാണെന്നുള്ള സത്യവും പ്രകാശ് മനസ്സിലാക്കുകയാണ്. സത്യങ്ങൾ മനസ്സിലാക്കുന്ന പ്രകാശനും ഒന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു അപകടം സംഭവിക്കും. അങ്ങനെ ദുഷ്ടന്മാർ ഓരോന്നോരോന്ന് പടിപടിയായിട്ട് ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തലയിൽ ഇടുത്തി വീഴുവാണ്. കാരണം വെച്ചാൽ ദുഷ്ടന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ശിക്ഷ കിട്ടുമല്ലോ. അങ്ങനെ പ്രകാശനും അതുപോലെ തന്നെ ഷാരിക്കും നമ്മുടെ രാഹുലിനും സരയുവിനും വിക്രത്തിനും അമ്മുമ്മ ഇത്രയും ദുഷ്ടന്മാർക്കാണ് ശിക്ഷകൾ കിട്ടാൻ പോകട്ടെ. എന്തായാലും നല്ല നല്ല ഭാഗങ്ങളാണ് ഇനി വരാൻ പോണത്. എപ്പിസോഡ് ഇതുവരെ ഒറിജിനൽ എപ്പിസോഡ് വന്നിട്ടില്ല. വരുവാണെങ്കിൽ തീർച്ചയായിട്ടും എപ്പിസോഡിന്റെ റിവ്യൂ ഇടുന്നതായിരിക്കും. ഇത് വീക്കെൻഡിനായിട്ടുള്ള പ്രൊമോ അതുപോലെ തന്നെ റിവ്യൂ ആയിട്ട് പറഞ്ഞത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.